ജോലി റിസൈൻ ചെയ്യുന്നു, സിനിമയിലേക്ക് വരുന്നു. അത് അവർ നല്ലൊരു ജോലിയിൽ ഇരിക്കുമ്പോഴാണ് നീ അത് നല്ലൊരു ജോലിയിൽ ഇരിക്കുമ്പോഴായിരുന്നു ഞാൻ റിസൈൻ ചെയ്തിട്ട് സിനിമയിലോട്ട് വരുന്നത്. അപ്പൊ അത് അവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ അവര് എന്താ പറയാ, അവരെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് ഭയങ്കര വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ എന്ത് തോന്നിവാസാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കണ്ടിട്ടാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. കുറെ പിന്നെ കൺവീൻസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പടം ഇറങ്ങിയപ്പോൾ കുറച്ചൊന്ന് കൺവീൻസ് ആയി. എന്നിട്ടും നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവരെൻ്റെ അടുത്ത് ഇപ്പോഴും എൻ്റെ അമ്മയും അച്ഛനും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അമ്മ ഡെയിലി വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോബിന് അപ്ലൈ, ആ ജോബിന് അപ്ലൈ, അത് തന്നെയാണ് എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് വിചാരിച്ചിട്ടാണ്, എത്ര കാലം വിചാരിച്ചിട്ട് ഇങ്ങനെ സിനിമയിൽ നിൽക്കും, കൺസിസ്റ്റന്റ് അല്ലല്ലോ, ഒരു ഇൻകം ഇല്ലല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇറ്റ്സ് എ ഫാക്ട്. അത് സത്യമാണ്. കാരണം നമുക്കറിയാലോ ഈ ഫീൽഡ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് സിനിമ വരണം എന്നില്ല. ലക്കും ഒരു ഫാക്ടറാണ്.